ഇനി നമ്മൾ 16-17 കിലോമീറ്റർ വീണ്ടും അതേ ഫോറസ്റ്റിലൂടെ റിട്ടേൺ പോകണം. അതൊക്കെയാണ് പ്രശ്നം. എന്നാൽ ഇവിടേക്കൊന്നും ഇനി വരില്ല. അപ്പോൾ ഇപ്പം തന്നെ വന്ന് കണ്ട് തിരിച്ചു പോകാമെന്നുള്ളൊരൊറ്റ ഇതേ ഉള്ളൂ. ചോദിച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാമല്ലോ, ഞാൻ ആ സ്ഥലമൊക്കെ പോയി കണ്ടിട്ടുള്ള ആളാണ് എന്ന് നമുക്ക് പറയാമല്ലോ. വന്നു, ജസ്റ്റ് കണ്ടു. ഇനി റിട്ടേൺ MM ഹിൽസ്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. അസ്സലാമു അലൈക്കും, നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് MM ഹിൽസിലേക്കാണ്. വരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. നമ്മൾ വീരപ്പൻ്റെ ജനിച്ച നാടായിട്ടുള്ള ഗോപിനത്ത് എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ പുറപ്പെട്ടത്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഈ കാട്ടിലൂടെയാണ് അങ്ങോട്ട് പോയത്. ഇപ്പോൾ നമ്മളവിടെ തിരിച്ച് വീണ്ടും ഈ പോക്കറ്റ് റോഡിന് ഒരു 16-17 കിലോമീറ്റർ പോയി മെയിൻ റോഡിലേക്ക് ചെല്ലണം. മെയിൻ റോഡ് മീൻസ് MM ഹിൽസ് മേട്ടൂർ പോകുന്ന മെയിൻ റോഡ്, കർണാടക തമിഴ്നാട് മെയിൻ റോഡിൽ ചെന്ന് കയറണം. അതും ഫോറസ്റ്റ് സ്റ്റേഷൻ തന്നെയാണ്. അവിടുന്ന് ഹിൽ സ്റ്റേഷൻ കയറി MM ഹിൽസ് ചെന്ന് MM ഹിൽസ് കഴിഞ്ഞ് അങ്ങനെ പോകുന്നൊരു വീഡിയോ ആണ് ഇത്. ഈ വീരപ്പനെ ആദ്യകാലങ്ങളിൽ പോയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് നക്കീരൻ പത്രത്തിൽ ജോലി ചെയ്തിരുന്ന വേറൊരാളെ യൂട്യൂബ് ചാനൽ പുള്ളി പറയാനായിട്ട്. പിന്നെ ഈ കാടിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഇതിലുള്ള ആര് പോയാലും കണ്ടുപിടിക്കാൻ ഇനി എവിടുന്ന് എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റിസ്ക്കാണെന്ന് പറയുന്നത്. ഈ കാട് ഭയങ്കര അടർന്ന കാടുമാണ്. പെട്ടെന്ന് നമുക്കൊരു ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അതിലൊക്കെ പോയി ഒളിച്ചാൽ. അതാണ് അത്ര 36 വർഷത്തിൽ കൂടുതൽ വീരപ്പനെ ഈ കാട്ടിൻ്റെ അകത്ത് ഒളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്രയും പോലീസ് പടയൊന്നുണ്ടായിട്ടും പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കണം ഈ ഫോറസ്റ്റ് എത്രത്തോളം അതാണെന്ന്. കൂറ്റം മലകളാണ് 4 ഭാഗത്തേക്കും. പക്ഷെ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങനെ പോകും. ഒരു അങ്കിള് പോണ്. നമ്മളിനി മെയിൻ റോഡ് എത്തിയിട്ട് പോവാം. ഫോറസ്റ്റ് വാച്ചർമാരൊക്കെ പോകുന്നുണ്ടോ? ഗോപിനത്തിലേക്ക് പോകുമ്പോഴുള്ള റോഡിൻ്റെ അവിടെ ഉള്ളൊരു കവാടാണത്. നമ്മളിപ്പോൾ അത് കടന്ന് പുറത്തേക്കാണ് പോകുന്നത്. വൈകുന്നേരം ഇവിടെ ക്ലോസ് ചെയ്തിരുന്നതാണ് തോന്നുന്നത്. ഗേറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പുറത്ത് കടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ MM ഹിൽസിലേക്ക് പോകുന്ന റൂട്ടെല്ലാം ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. പക്ഷേ അത് മെയിൻ റോഡാണ്, ബസ് പോകുന്ന റൂട്ടാണ്. ഇത് വന്നിട്ട് പ്രൈവറ്റ് റോഡ്, അതായത് പബ്ലിക് റോഡ് പോലെ അല്ലാത്ത ആ ഗ്രാമത്തിലേക്ക് പോകുന്ന മാത്രമായിട്ടുള്ളൊരു റോഡായതുകൊണ്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്കറിയില്ല. നമ്മളിവിടെ ഇറങ്ങി ഇതൊന്നും അന്വേഷിക്കാനൊന്നും പറ്റില്ല ആരോടും. പിന്നെ ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു സ്വാതന്ത്ര്യമായിട്ട് ആരോടും അങ്ങനെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഏതായാലും നമ്മൾ അവിടുന്ന് തിരിച്ചു വന്ന് ഇനിയിപ്പോൾ നമ്മൾ ഈ മെയിൻ റോഡിലേക്ക് എത്താറായി. മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് ഞാൻ ഇന്നേ വരെ പോകാത്ത ഒരു റൂട്ടിലൂടെയൊക്കെയാണ് നമ്മൾ ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. എന്താണ് അവിടുത്തെ ടെറൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, നല്ല മലമുകളിലേക്ക് കയറണം. പിന്നെ ഒരുപാട് കിലോമീറ്ററുകൾ എനിക്ക് യാത്ര ചെയ്യണം. എൻ്റെ കൂടെയുള്ളവർ MM ഹിൽസിൽ നിന്ന് പിരിഞ്ഞു പോവും. അതിനുശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നുള്ളത് മാത്രം എനിക്കറിയാം. എന്തായാലും വരുന്ന പോലെ. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് മേട്ടൂർ MM ഹിൽസ് മെയിൻ റോഡിലേക്ക് എത്തി. നമ്മുടെ കൂടുതലൊരാൾ വരാണ്ട്. പോവാം നമ്മൾ നേരെ MM ഹിൽസ്. പോയേക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണെന്ന് തോന്നുന്നു. ഓക്കെ, നേരെ MM ഹിൽസ് ചെന്നിട്ട് ഇവർ അവിടുന്ന് ഡൈവേർട്ടായിട്ട് പോകും. MM ഹിൽസിലും ഒരുപാട് കഥകളുണ്ട് കേട്ടോ. വീരപ്പന് വേറൊരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ
ഷക്കീൽ അഹമ്മദ് എന്ന് പറഞ്ഞൊരു എസ് ഐ, ഷക്കീൽ അഹമ്മദ്, പിന്നെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ പുള്ളിയുടെ പേരെന്തായിരുന്നു, ഹരികൃഷ്ണ ഷക്കീൽ അഹമ്മദ്, ഇവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പായിട്ടാണ് വീരപ്പനായിട്ട് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ വീരപ്പൻ്റെ ഗ്യാങ്ങിലുള്ള ഗുരുനാഥൻ എന്ന് പറഞ്ഞ ഒരു അനുയായിനെ ആളെ വെടിവെച്ച് കൊല്ലുണ്ടായി ഈ ഷക്കീൽ അഹമ്മദ്. അതിൻ്റെ പ്രതികാരം തീർത്തത് വേറൊരാളെ വെച്ചാണ്. വേറൊരാളെ അപ്രൂവലായിട്ട് മാറി വീരപ്പൻ്റെ ആളെന്ന് ഉള്ള രീതിക്ക് അപ്രൂവലായിട്ട് പിന്നെ ഷക്കീൽ അഹമ്മദിനെയൊക്കെ കൂട്ടിയിട്ട് മരത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇങ്ങനെ പിന്നെ വീരപ്പൻ്റെ ഉള്ള സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വന്ന് അംബാസഡർ കാറിലാണ് വരുന്ന വഴിയിൽ വെച്ചിട്ട് വീരപ്പന് പതുങ്ങിയിരുന്ന് ഷക്കീൽ അഹമ്മദിന് ഈ ഹരികൃഷ്ണനെയൊക്കെ ഷൂട്ട് ചെയ്ത്. അതായത് പിന്നെ അവർ മെഷീൻ ഗണ്ണൊക്കെ എടുത്ത് റെഡിയായി ലോഡ് ചെയ്ത് റെഡി ആകുമ്പോഴത്തേക്ക് വീരപ്പൻ്റെ കയ്യിൽ നാടൻ തോക്കാണ്. അത് വെച്ചിട്ട് അടിച്ച് ഭയങ്കര ഉന്നല്ലേ വീരപ്പന്, ചെറുപ്പം മുതലേ ഭയങ്കര ഉന്നായിരുന്നു അത്ര, ഭയങ്കര ഷൂട്ടറാണ്, ഷാർപ്പ് ഷൂട്ടറാണ്. അപ്പോൾ രണ്ടുപേരും ലോഡ് ചെയ്ത് അല്ല മെഷീൻ ഗണ്ണായിരുന്നു, AK-47 ആയിരുന്നു അത്ര. അത് വെച്ചിട്ട് പോലും പിന്നെ അവർക്ക് വീരപ്പനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് വീരപ്പനെ ലോഡ് ചെയ്ത് രണ്ടാമത്തെ അടിച്ചെന്ന് അങ്ങനെ കൊലപ്പെടുത്തി ഷക്കീൽ അഹമ്മദിനെ. അങ്ങനെ വീരപ്പൻ ടാർഗറ്റ് ചെയ്ത എല്ലാ ആളുകളെയും വീരപ്പൻ പറഞ്ഞ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ഹീറോയിസമായിട്ടും ചില ആളുകളൊക്കെ കാണുന്നുണ്ട് വീരപ്പനെ അത്ര ഷാർപ്പ് ഷൂട്ടർ. അതായത് ഈ DCF നമ്മുടെ STF സേനൻ്റെ ഉള്ളിൽ തന്നെ അത്ര ഷാർപ്പ് ഷൂട്ടറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവർക്ക് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നെ ഈ സുരക്ഷാ സേനയിൽ തന്നെ അവർക്ക് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു. അത്രയും ഷാർപ്പായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള ആളായിരുന്നു വീരപ്പൻ. അത് ആ ഷക്കീൽ അഹമ്മദ് എന്ന് പറഞ്ഞത് മാതേശ്വര മലൈ സ്റ്റേഷൻ SI ആയിരുന്നു. അപ്പം നമ്മൾ ആ മാതേശ്വര മലയിലേക്കാണ് പോണത്. നമ്മളങ്ങനെ ഹെയർ പിൻ ബെൻഡ് കയറാൻ തുടങ്ങി. മാതേശ്വര ഹിൽസ് ഹെയർ പിൻ ബെൻഡ്സ്. മലകൾ കാണൂ. നമ്മൾ ഒരുപാട് മുകളിൽ കയറി. എന്താ കാട്, കൊടും കാടാണ്. ഇതിനുള്ളിലൊക്കെ പോയി ഒളിച്ച് 36 വർഷം വീരപ്പൻ എങ്ങനെ ജീവിച്ചു എന്തല്ലേ. ഇനി നമുക്ക് കയറാനുണ്ട് കുറേ ദൂരം. ഇനി വരുമ്പോൾ ദൂരം എടുക്കാം മേലപ്പുറക്കെ. ரொம்ப ദൂരം എടുക്കാം. ശരി ഓക്കെ. ഞങ്ങൾ മഴയുണ്ട്, ഞാൻ ക്യാമറ ഓഫാക്കി വെക്കണം കാരണം നനഞ്ഞു പോകും. സോ അപ്പോൾ നമ്മൾ മാതേശ്വര ഹിൽസ് ടെമ്പിളിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ നമ്മൾ റാംബ്രോ ആൻഡ് ഗോപി രണ്ടുപേരും ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഓക്കെ, നൈസ് മീറ്റിംഗ് ബ്രോ. ഓക്കെ, கால் பண்ணுங்க, நம்பர் இருக்குல்ல. ஓகே பாய். ஓகே, நம்ம ഇടയില മീറ്റ് பண்ணலாம். ബൈ. അപ്പോൾ അവർ പുറപ്പെട്ടു പോയി. നമ്മൾ ഇവിടുന്ന് ഇനി നേരെ കൊള്ളേകാൽ പോകണം. അത്യാവശ്യം ദൂരമുണ്ട് നമുക്ക്. ഇവർ ഇനി തിരിച്ച് വേറെ വഴിക്ക് ഈ റോഡിലേക്കാണ് പോണത്. അപ്പം നമ്മൾ പോവാം, അവരങ്ങോട്ട് പോട്ടെ. ഓക്കെ, അവർ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ നേരെ മുന്നോട്ട് പോട്ടെ. ഓക്കെ ബ്രോ, ബൈ. അപ്പോൾ അവരങ്ങോട്ട് പോയി. നമ്മൾ നേരെ കൊള്ളേക്കാൽ, കർണാടകയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ റെയിൻ കോട്ടൊക്കെ ഇട്ടു. എനിക്ക് താഴ്ന്ന് നല്ല മഴ പെയ്തപ്പോൾ ഞാൻ എല്ലാം ഊരി വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഒക്കെ ഫിറ്റാക്കിയിട്ട് പോവാം. നമ്മൾ ഇനിയും കാട്ടിലൂടെ തന്നെയാണ് പോകാനുള്ളത്. ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോവാം. കുറേ ദൂരം പോകാനുണ്ട്. ഞാൻ മാതേശ്വര ഹിൽസിൽ ഇനി ഇവിടുന്ന് എനിക്ക് 75-76 കിലോമീറ്റർ ഇവിടുന്ന് നമ്മുടെ കൊള്ളേകാലിലേക്ക് പോകണം. കൊള്ളേകാലിൽ നിന്ന്
വീണ്ടും ഞാനൊരു 35-40 കിലോമീറ്റർ യാത്ര ചെയ്ത് നഗര എന്നുള്ള സ്ഥലം വരെ പോകാനാണ് പ്ലാന്. ഇപ്പോൾ ഇവിടുന്ന് ഫുള്ള് ഹിൽ സ്റ്റേഷനാണ്. ഇനി എനിക്ക് ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഇതേമാതിരി ഹെയർപിൻ ബെൻഡ് ഒരു ഫോറസ്റ്റിലൂടെ തന്നെ പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഏതൊക്കെ ഗ്രാമങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഫോറസ്റ്റാണ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇരുട്ടാകുന്നതിന് മുമ്പ് കൊള്ളേകാലം എത്താൻ പറ്റുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രൈ ആണ്. എൻ്റെ കൂടെ വന്നിട്ടുള്ളവരൊക്കെ പോയി. അപ്പോൾ വീഡിയോ ലെങ്ത് ആവുന്നതിനനുസരിച്ച് ഞാൻ പാർട്ടായിട്ടാണ് അത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ലേശം പെട്രോൾ ഫില്ല് ചെയ്തിട്ട് ഇനി ഒന്നും നോക്കാനല്ല, റെക്കോർഡ് ചെയ്യണില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഫുൾ ഹിൽസ് ആയിരിക്കും, റെക്കോർഡ് ചെയ്യാനൊന്നുമില്ല, വെറുതെ ക്യാമറ വെക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ലോങ് സ്ട്രെച്ച്, ഒറ്റ സ്ട്രെച്ചിൽ നല്ലൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ട്. കാരണം ഇവിടുന്ന് കൊള്ളേകാലെത്താൻ ഒരു 80 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. കൊള്ളേകാൽ നമുക്ക് കൊള്ളേകാലിൽ നിന്ന് വീണ്ടും ഒരു 40 കിലോമീറ്റർ പോകാനുണ്ട്. സോ ഫോറസ്റ്റ് റൈഡ് ആയതുകൊണ്ട് പെട്രോൾ ഫില്ല് ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ പെട്രോൾ സ്റ്റേഷനിൽ ചെന്നു. അതായത് 3 പോയിൻറ്റ് പെട്രോളേ ഉള്ളൂ. അപ്പോൾ പെട്രോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ക്യാഷ് വേണം, അവിടെ ഇതെടുക്കില്ല, GPay ഇല്ല. അപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, അവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ പോണത്. ഇനി അവിടെ എങ്ങാനും ഇത് ചെറിയ വലിയ പെട്രോൾ പമ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നു എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. എന്തായാലും നമുക്ക് പതുക്കെ പോവാം. ടൈം ഇപ്പോൾ 3:15 പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഫുൾ ഹിൽസാണ്. ഒരു 30 കിലോമീറ്ററോളം ഹെയർപിൻ ബെൻസാണ് അത്ര. അതന്നെ നല്ല സമയമെടുക്കും. അത് നമുക്ക് വിട്ടുപോകാൻ പറ്റില്ലല്ലോ, മഴ വേറെ പെയ്തിട്ടുണ്ട്, അതിൻ്റെതായ റോഡൊക്കെ നനഞ്ഞിരിക്കുക. കുറച്ച് ദൂരം നല്ല റോഡാന്ന് പറഞ്ഞു, കുറച്ച് ദൂരം റോഡ് മോശമുണ്ടെന്നും പറഞ്ഞു. നമ്മൾ മാതേശ്വര മലയിൽ നിന്നും കുറച്ച് ഉയരത്തിലേക്ക് കയറി. മാതേശ്വര മലയൊക്കെ ഇപ്പോൾ താഴെയായി, അത് കാണുന്നുണ്ടോ? അതാണ് നമ്മൾ കൊള്ളേക്കാൽ വരെ എത്തണം. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഉള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ വൈകുന്നേരം ടൈമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തി അവിടെ സ്റ്റേ പിടിക്കണമൊക്കെ വേണ്ടേ? അവിടെ എന്തൊക്കെ ബ്ലോക്കാണല്ലോ. ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടി എന്തോ ആണ് തോന്നുന്നു. ഉത്സവമല്ല, എന്തോ പരിപാടിയാണ്. എല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരക്കാണ്. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കണുണ്ടോ, നിന്ന് ഭക്ഷണം കഴിക്കണുണ്ടോ? എന്താണ് ഇവിടെ കാണിക്കുന്നത്? എന്തോ ഒരു ഇവിടെ എന്തോ ക്ഷേത്രമുണ്ട്, അതിൻ്റെ ഇതാണ്. വെൽക്കം ടു വൈൽഡ് ലൈഫ് സാങ്ച്വറി. എന്ത് വൈൽഡ് ലൈഫ് ആണെന്ന് കണ്ടില്ല, അപ്പോഴത്തേക്ക് മറഞ്ഞു ഈ ബോർഡ്. ഓരോ സ്ഥലങ്ങൾ ലൈഫിൽ ഫസ്റ്റ് ടൈം ഒന്ന് കാണുന്ന സ്ഥലങ്ങളാണിതൊക്കെ. യാ എനിക്ക് തോന്നുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൽ കൂടുതൽ നല്ല തിക്ക് ഫോറസ്റ്റിൽ ഈ ഭാഗത്താണെന്ന് തോന്നുന്നു അല്ലേ? കാണുമ്പോൾ റെക്കോർഡിക്കലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതാണെന്ന് തോന്നുന്നു. ഏത് ദിക്കിലേക്ക് നോക്കിയാലും കൂറ്റം കാടുകൾ.
പിന്നെ വനത്തിൻ്റെ അകത്തൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഓരോരോ അമ്പലങ്ങളുള്ളതുകൊണ്ട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ജനസാന്നിധ്യം ഉണ്ട് റോട്ടിൽ. ഇരുട്ടായി കഴിഞ്ഞാൽ ഉണ്ടാവില്ലായിരിക്കും. എന്തോ ഒരു ചടങ്ങുള്ള ദിവസമാണെന്ന് തോന്നണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകൾ ഒഴിവ് ദിവസം ആയതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിന് വരുവാണോ അതോ അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷമുള്ള ദിവസമാണോ എന്നറിയില്ല. ഈ ഫോറസ്റ്റിൻ്റെ അകത്തൂടെയൊക്കെ ഈ കല്ലുകൊണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ട് കുറേ കുറുക്ക് വഴികളുണ്ട്. അതിലൂടെ അങ്ങനെ ആൾക്കാർ കൂട്ടത്തോടെ ഇറങ്ങി വരുന്നു. കുറേ ആൾക്കാർ കയറി പോകുന്നു, കുറേ ആൾക്കാർ വഴിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനത്തെ കാഴ്ചകൾ ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് അവിടെ ഇവിടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ വണ്ടികൾ വരുന്നു, വണ്ടികളൊക്കെ അവിടെ ഒക്കെ നിർത്തി നിൽക്കുന്നു. എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ ഇവിടെ എവിടെയും വീടുകളോ നാടോ കൃഷിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാനില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരുണ്ട്. ആണ്ടോ ഇതാ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഉണ്ട് ഇതേപോലെ ഫോറസ്റ്റിൻ്റെ അകത്ത് അവിടെ ഒക്കെ അമ്പലങ്ങളുള്ളതുകൊണ്ട് അതൊരു ആൾ നടമാട്ടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയായിട്ട് നമുക്ക് കാണാം. ഇതുകൂടെ അല്ലെങ്കിൽ ആരും ഇങ്ങോട്ട് വരാനാ, ആരും വരില്ല. $45 കിലോമീറ്റർ എങ്ങോട്ടാണെന്ന് അറിയില്ല. എഴുതിയിരിക്കുന്നത് കന്നഡമാണ്. മറ്റേ കർണാടകത്തിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലൊന്നും വലിയ ബോർഡൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇവിടെയും ഈ ഭാഷൻ്റെ ഒരു വൈകാരികത ഉള്ള നാടാണ്, തമിഴ്നാട് പോലെ തന്നെ. അതായത് കന്നഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരുപാട് കന്നഡ ഭാഷ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് സംഘടനകളുണ്ട്. അവർ കന്നഡ അല്ലാത്തുണ്ടെങ്കിൽ ബോർഡ് കർണാടകത്തിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വന്ന് വലിച്ച് കീറി അടിച്ച് പൊളിച്ച് കീറിക്കളയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അത് ബുദ്ധിമുട്ടാവുന്നത് നമ്മളെ പോലുള്ള അന്യഭാഷക്കാർ, അതായത് അന്യസംസ്ഥാനക്കാരൊക്കെ വരുന്ന സമയത്ത് ബോർഡ് വായിക്കാനും കിലോമീറ്റർ വായിക്കാനും ഒന്നും അറിയാതെ, ഇത് കിലോമീറ്റർ എത്ര ഉണ്ടെന്ന് അറിയാം, എങ്ങോട്ടാണെന്നുള്ളത് അറിയണമെങ്കിൽ കന്നഡ വായിക്കാൻ അറിയണം. അങ്ങനെ ഒരു പ്രശ്നമാണ്. തമിഴ്നാട്ടിലും ഇതേ പ്രശ്നമാണ്, സെയിം പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ബോർഡ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും വായിക്കാമല്ലോ. എൻ്റെ കൂടെ കന്നഡ മനസ്സ് എഴുതിയാൽ പോരെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിലും കൂടെ കുറേ സ്ഥലങ്ങളിൽ, ഈ ബോർഡർ സ്ഥലങ്ങളിലൊക്കെ 2 ഭാഷയിലും ബോർഡുണ്ട്. പക്ഷേ ഇവിടെ കന്നഡത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവിടെ ഒരു പരിപാടിയുണ്ട്. എന്താണ് ഇതൊക്കെ കാട്ടിൽ ഇവിടെ ഒരു ക്ഷേത്രം കൊടിയൊക്കെ എന്തോ സംഘടനേൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല. ഹായ്, അവരെൻ്റെ അടുത്ത് ഹായ്ന്ന്. അപ്പോൾ അതാണ് അവരെന്തോ ഒരു സംഘടനയോ പാർട്ടിയോ എന്തോ ആണ്, അതിൻ്റെ പരിപാടിയാണത്. ശരി, നമുക്ക് പോയിട്ടേ ഇരിക്കാം. ആക്സിഡൻറ്റ് സ്പോട്ട് ഹെഡ്, ഡ്രൈവ് കെയർഫുള്ളി ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചാലഞ്ചിങ് അല്ലേ ഓരോ യാത്രകളിൽ. അപ്പോൾ എവിടെ 2 പേര് നിൽക്കുന്നു. അവർ റെസ്റ്റ് എടുക്കുകയാണ്. ബൈക്കിൽ വന്നവരാ. ഇപ്പോൾ നമ്മൾ ഇറക്കറങ്ങണേ, എവിടെ എത്തുന്നറിയില്ല. താഴേക്ക് നോക്കിയാൽ വെറും കാട്. എത്ര കാടാണ് അപ്പോൾ ഇവിടെ ഉള്ളത്. എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് കാടുള്ളത്. ഇത്രയും കാടുണ്ടായിരുന്നു ഇവിടെ. എന്താ കാട്, വനം, ഘോരവനം. ഇങ്ങനെ ഒരു റോഡ് ഇതിൻ്റെ അകത്തൂടെ ഉള്ളത് വളരെ ഉപകാരം. ശരി, എന്തായാലും നമ്മൾ പെട്ടെന്ന് പോവുക. രാത്രി ആയാലേ കളി അങ്ങ് മാറും.
സൈക്കിൾ ചവിട്ടിയൊക്കെ പോകുന്നത്. വലിയ നേർച്ചയായിരിക്കും. കുറേ പേര് സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ട്. ഞങ്ങൾ സൈക്കിൾ ചവിട്ടി അവിടെ എത്തിക്കൊള്ളാമെന്ന് ഉള്ള നേർച്ച അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ഓരോ സ്ഥലങ്ങളിലോരോ ആചാരങ്ങളാണല്ലോ. എന്തായാലും ഈ റൈഡ് ഞാൻ നല്ല എൻജോയ് ചെയ്തു. ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ പറ്റി. പിന്നെ പ്രധാനപ്പെട്ട എനിക്കറിയാത്തൊരു സ്ഥലം പരിസലിൽ ബൈക്ക് കയറ്റുന്ന സ്ഥലം പോയതാണ്. അടിപൊളിയായത്. പക്ഷെ അവിടെ മൈക്ക് ഈ ഗോപ്രോയിൽ മൈക്ക് കണക്ട് ചെയ്യാതെ പൊട്ടത്തരം കാണിച്ചത് ഭയങ്കര ഒരു നഷ്ടമായി പോയി. അവിടുന്ന് അവിടെ ആൾക്കാരായിട്ട് സംസാരിച്ച് ഒന്നും അതിൽ റെക്കോർഡായിട്ടുണ്ടാവില്ല. ഇതേ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് ഇതേണ്ടോ സൈക്കിളിൽ കൊണ്ടുണ്ടോ? താഴേക്ക് നല്ല ഇറക്കമാണല്ലോ. താഴെ നല്ല ഫോറസ്റ്റാണ്. ഇനി ഇവിടുന്ന് ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പാടില്ല, കുരങ്ങളെ ഫീഡ് ചെയ്യാൻ പാടില്ല. 1500 രൂപ ഫൈനാണ്. താഴെക്കൂടെയൊക്കെയോ പോകണം നമ്മൾ. ഒന്നും കാണാനില്ല. അയ്യോ, റോഡും കാണാനല്ലോ. റോഡ് താഴുണ്ട്. ഒപ്പോ പക്ഷേ 30 കിലോമീറ്റർ ഘാട്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ദൂരമാണിത്. 30 കിലോമീറ്റർ ഘാട്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടിയ ഒരു ഘാട്ട് സെക്ഷൻ തന്നെയാണ്. കാരണം ഇത് പിന്നെ നമ്മൾ സാധാരണ മറ്റുള്ള ഹിൽസിലൊക്കെ പോകുമ്പോൾ ഒരു 15 അല്ലെങ്കിൽ 18 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ എത്രയോ ദൂരം ഹിൽസിൽ സഞ്ചരിച്ച പോലെ ഉണ്ടാവും. 30 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടും എന്നാണ് തോന്നുന്നത്. കർണാടക ബസ് നല്ല ഒരു ഒഴുക്കിലങ്ങ് കയറി പോകും. അതുകൊണ്ട് താഴ്ന്ന ഇതേപോലെ ആൾക്കാർ മല കയറി വരിക, ഈ കുറുക്ക് കയറി അങ്ങനെ പോകണം. എത്ര ദൂരം അവർ കയറും? നടന്ന് കയറണ്ടേ? വണ്ടിയിൽ വന്നിട്ട് തന്നെ എത്തുന്നില്ല. ഹിൽസ് തീരൂല. എന്താ ഇവിടെ? താഴെ ഒരു വില്ലേജ് ഉണ്ട്. വില്ലേജാണോ? അത് ഹിൽസ് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള സ്ഥലമാണ്. അവിടെ കാണുന്നുണ്ടോ താഴെ? നമ്മളിങ്ങനെ ഇങ്ങനെ 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 പോകേണ്ടി വരും അങ്ങോട്ടൊക്കെ കിടക്കണുണ്ടോ മലകൾ, കാട്. അതിൻ്റെ അപ്പുറത്തേക്കും ഈ കയറി വന്ന മേലക്കും എല്ലാം തന്നെ. കുരങ്ങന്മാരുണ്ടാവും. കുരങ്ങന്മാർക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ആളുകൾ കൂടുതലായിട്ടും. കുരങ്ങ് ചാവുണ്ടാവും. അല്ലെങ്കിൽ വണ്ടി വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ഓടിയൊന്നും വണ്ടിയിൽ ഇടിച്ച് അപകടത്തിൽ പെടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും കുരങ്ങളെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ 1500 രൂപ ഫൈൻ എന്ന് കുറേ സ്ഥലത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയാൽ ശരിയാവില്ല, പെട്ടെന്ന് പോകണം. ഒരുപാട് ദൂരമുണ്ട്. സമയം ഇങ്ങനെ പോവാണ്. പക്ഷെ ഇവിടെ എന്തോ പ്രത്യേകത ഉണ്ട്. നല്ലൊരു രസം തോന്നുക ഇറങ്ങി പോകുമ്പോൾ. ഏതാണ്ട് നമ്മൾ കുറച്ച് താഴേക്ക് എത്തി എന്നാണ് തോന്നുന്നത്. അതിന് ഇവിടുന്ന് ഇറങ്ങാനുണ്ടോയെന്നറിയില്ല. ഇവിടെ കണ്ട ഒരു കവാടം. എന്താ ഇവിടുന്ന് എങ്ങോട്ടാ പോവുക? കൊള്ളേക്കാൽ എങ്ങനെ? ഇതാ റോഡ് തന്നെയാണോ? ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. എന്താണ് പ്രശ്നം എന്ന് അറിയണില്ലല്ലോ. കുറേ ആൾക്കാർ ഇറങ്ങിക്കണ്. എന്തൊക്കെയോ പരിപാടികളാണ്. ഭയങ്കര ഒരു ജാതി സ്മെല്ലും.
ഇവിടെ ഒന്ന് നോക്കാം, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ആൾക്കാർ എന്താ നോക്കട്ടെ. ഇവിടെ പക്ഷെ കടയൊക്കെ ഉണ്ട്. ഇതൊരു അടിവാരം പോയിന്റ് മാരത്തൊരു പോയിന്റാണ് ഗാർഡ് സെക്ഷൻ്റെ. പോവാ, സമയം ഒരുപാട് ലേറ്റാവുണ്ട്. നമ്മൾ എവിടെയും കുറേ ആൾക്കാരുണ്ട്. എന്താണ് പരിപാടി? അങ്ങനെ ഞാൻ ചുരമൊക്കെ ഇറങ്ങി നിരന്ന സ്ഥലത്തെത്തി. ഇവിടെ ഒരു കർണാടക ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ്. വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുടിലുകൾ കുറേ ഉണ്ട്. കർഷകർ താമസിക്കുന്ന, ഗ്രാമവാസികൾ താമസിക്കുന്ന ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഉണ്ട്. സ്ഥലത്തിൻ്റെ പേരൊന്നും ചോദിക്കരുത്, ഒന്നും അറിഞ്ഞൂടാ, ഇറങ്ങി ചോദിക്കാനുള്ള സമയമില്ല. അതിനെ തട്ടിയൊന്നും എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ഒരു ചായ കുടിക്കണം, കുറച്ചുകൂടെ ദൂരം പോട്ടെ. പാവം ക്ഷേത്രമുണ്ട്, ആളുകളുണ്ട്. സൂപ്പർ ഏരിയ. എന്താ കൃഷി, എന്ത് കൃഷിയാണെന്ന് അറിയില്ല. ചെറിയ കുടിസ വീടുകളിലാണ് എല്ലാവരും താമസിക്കുക ഇവിടെയൊക്കെ. ബ്രിഡ്ജ്, വീണ്ടും നമ്മളൊരു അടർന്ന ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറി. ഇവിടുത്തെ പശുക്കളൊക്കെ ഇങ്ങനെ, കാളകളൊക്കെ കാട്ടിൻ്റെ അകത്തേക്കാണ് പിന്നെ മേയ്ക്കാൻ വിടുക. കാട്ടിൻ്റെ അകത്തേക്കല്ല, ഈ പിന്നെ കാടിൻ്റെ ഓരങ്ങളിലേക്ക്. വൈകുന്നേരം സമയമാകുമ്പോൾ ഇങ്ങനെ മടങ്ങി പോകണതാണ്. ഇപ്പോൾ ഞാൻ വരുന്നതൊക്കെ ഒരുപാട് കാളകൾ ഇങ്ങനെ പോകുന്നുണ്ട്.